നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലും ബെറ്റർ ആയിട്ട് നൽകുന്ന മറ്റൊരു ഫാൻ ഇല്ലെന്ന് തന്നെ പറയാം. ഇതാണ് ഹാവൽസിന്റെ സെയ്റ BLDC പ്ലസ് അണ്ടർലൈറ്റ് ഫാൻ എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം പവർഫുള്ളുമാണ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളുമായിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫാനിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിയിലായിട്ട് ഒരു കാർവ്ഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു മെഡിറ്റേറ്റീവ് ചക്രാസിൻ്റെ ഡിസൈൻ പോലുള്ള ഒരു ഐറ്റം. അത് നമുക്കൊരു കാമായിട്ടുള്ളൊരു എസ്തെറ്റിക് ഫീൽ ഈ ഒരു ഫാന് നൽകും കേട്ടോ. ഈ ഒരു ഡിസൈൻ വരുന്ന പാർട്ട് എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് സർക്കുലർ ട്രിമ്മാണ് കേട്ടോ. അതിൽ തന്നെ ഒരു ഹെയിലോ എഫക്റ്റ് ലൈറ്റിംഗ് വരുന്നുണ്ട്. വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു ലൈറ്റ് എഫക്റ്റിംഗ് ആണ്. മാത്രമല്ല ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% കോപ്പർ BLDC മോട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 350 RPM വെറും 35 വാട്ട്സ് മാത്രമേ പവർ കൺസപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇതിനോടൊപ്പം കിട്ടുന്ന റിമോട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു RF റിമോട്ടാണ് കേട്ടോ. ഇതിൽ സ്ലീപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ബ്രീസ് ഫംഗ്ഷൻ ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, മോപ്പ് മോഡ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈമറും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റിവേഴ്സ് റൊട്ടേഷൻ ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളുടെ ഫാന് നിങ്ങൾക്ക് റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വിന്റർ സമയത്ത് വാം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരുപാടധികം സഹായിക്കും. പിന്നെ ഫാൻ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സീലിംഗിന്റെ ഹൈറ്റിന്റെ പ്രശ്നം പല ഫാനുകൾക്കും വരും. ഇതിനകത്ത് ആ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. ഇതിനകത്ത് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള കനോപ്പി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീലിംഗും ഇതുമായിട്ടുള്ള ഹൈറ്റ് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇതുവരെയും ഈ ഒരു ഫാനിൻ്റെ തൊട്ട് താഴെ നിന്നാണ് സംസാരിച്ചത്. സോ സൈലൻറ്റ്, സ്മാർട്ട്, സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു ഫാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതാണ് ഹാവൽസിൻ്റെ സെയ്റ BLDC പ്ലസ് അണ്ടർലൈറ്റ് ഫാൻ എന്ന് പറയുന്നത്.